അതുകൊണ്ട് നമ്മുടെ മക്കളോട് ഉമ്മമാരെ, പ്രത്യേകിച്ച് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരൊക്കെ ഉപദേശിക്കുന്നിടത്ത് നമ്മുടെ ശൈലി മാറേണ്ടതുണ്ട്. നമ്മൾ അവർക്കൊരു കൂട്ടുകാരനാവണം. ആദ്യത്തെ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ കുട്ടികളുടെ കൂടെ കളിക്കണം. 7 വയസ്സ് മുതൽ 14 വയസ്സെന്ന രണ്ടാമത്തെ 7 നിങ്ങൾ അവർക്ക് അദബ് പഠിപ്പിക്കണം. പിന്നെ 14 വയസ്സ് മുതൽ 21 വരെ നിങ്ങൾ അവരുടെ കൂട്ടുകാരനെ പോലെ ജീവിക്കണം. ടീനേജേഴ്സിന് പാരൻസ് ഒരു ഫ്രണ്ടിനെ പോലെ ആവേണ്ട ഒരു കാലമാണ് 14 മുതൽ 21 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ അർസിലിൽ ഹബ്ല അല അച്ഖിഹിം, ആ കയറിങ്ങിട്ട് വിട്ടുകൊടുത്തോളൂ, അവർ കേടുവരൂല. ആദ്യത്തെ 7 വയസ്സ് ആകുന്ന കുട്ടി 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ആ കുട്ടിയുടെ കൂടെ നിങ്ങൾ കളിക്കണം, കുട്ടിക്ക് സ്നേഹം കൊടുക്കണം. രണ്ടാമത്തെ ഘട്ടം 7 മുതൽ 14 വരെ പഠിപ്പിക്കേണ്ട സമയം, നിസ്കാരം പഠിപ്പിക്കേണ്ട സമയം, നോമ്പ് പഠിപ്പിക്കേണ്ട സമയമാണ്. ഖുർആൻ ഓതുന്നത്, ആദാബുകൾ തിരുത്തേണ്ട സമയമാണ്. നന്മയും തിന്മയും പറഞ്ഞു കൊടുക്കണം. മോനെ അങ്ങനെ ചെയ്യരുത്, മോളെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ഹബീബിന്റെ സുന്നത്ത്, ഇത് ചെയ്യുമ്പോഴാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, ഇത് പുണ്യനബിക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ ചെയ്താൽ സ്വർഗമാണ്. പോസിറ്റീവ് സൈഡാ പറ, ഇത് ചെയ്താൽ നരകത്തിലാണ്, ഇത് ചെയ്താൽ അള്ള ശിക്ഷിക്കും, ഇത് ചെയ്താൽ അള്ള പിടിച്ച് നരകത്തിക്കിടും. അത് പറയുന്നതിന്റെ മുമ്പ് സ്വർഗത്തിന്റെ വിഷയം പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ കൂലിയാണ് മോനെ, ഇങ്ങനെ ചെയ്താൽ ഇത്രയാണ് അതിന്റെ പ്രതിഫലം, ഇത് ചെയ്യുമ്പോൾ അള്ളാഹുവിന് നിന്നെ ഇഷ്ടമാണ്, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹ്ക്ക് നിന്നെ വെറുപ്പാണ്, അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാതെ നമുക്ക് ചെയ്യാവൂ. 14 വയസ്സ് വരെ അത് പറഞ്ഞാലേ നടക്കുള്ളൂ. 14 കഴിഞ്ഞാൽ നിങ്ങളെ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പ്രായം ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ SLC-യിലും പ്ലസ് 1-ലും പ്ലസ് 2-ലൊക്കെ എത്തുമ്പോഴാ മാതാപിതാക്കൾ കണ്ണു തുറക്കുക, ഞാൻ പിടിച്ചെടുത്തോനെ കിട്ടുന്നില്ല. കിട്ടേണ്ട സമയം 7 മുതൽ 14 വയസ്സ് വരെയുള്ള കാലം. ആ കാലം നിങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ കിട്ടിയില്ലയോ, കൈവിട്ടു പോയിട്ടുണ്ട്, പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അള്ളാഹിനോട് ദോർന്നോളി, അള്ളാഹുവിന്റെ തൗഫീഖ് കൂടെ പിന്നെ നടക്കുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഒരു സബബ് അവിടെ ചെയ്തില്ല എന്നർത്ഥം. നിങ്ങൾ ചെയ്യേണ്ട സബബ് ആദ്യത്തെ 7 വർഷം ലാഇബുഹും സബ്അൻ, ആദ്യത്തെ 7 വർഷം കൂടെ കളിക്കണം. അദ്ദിബുഹും സബ്അൻ, രണ്ടാമത്തെ 7, അതായത് 7 മുതൽ 14 വരെ അവർക്ക് അദബ് പഠിപ്പിക്കണം. 14 മുതൽ 21 വരെയുള്ള 7 കൊല്ലം നിങ്ങൾക്ക് സാഹിബുഹും സബ്അൻ, അവരുടെ കൂട്ടുകാരനായി, അവരുടെ വിഷയങ്ങൾ, അവർക്കൊരു പ്രേമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപ്പക്കാരന് എന്തെങ്കിലും ഒരു ലഹരി സംഘവുമായി ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്, തിന്മയിലേക്ക് അവനെ വിളിക്കുന്നുണ്ട്. സ്വന്തം ഉമ്മയോട് ഉപ്പയോട് പേടിയില്ലാതെ പറഞ്ഞാൽ, എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ കൂടെ നിർത്തി എനിക്ക് പരിഹാരം കാണിച്ചു തരും എന്ന് മക്കൾക്ക് തോന്നണം മാതാപിതാക്കളെ കുറിച്ച്. ഇതെന്റെ ഉമ്മ അറിഞ്ഞാൽ എന്നെ തച്ചുകൊല്ലും, വാപ്പ അറിഞ്ഞാൽ എന്നെ പിടിച്ച് കിണറ്റിക്കിടും. ഇങ്ങനത്തെ വാപ്പയോട് ഉമ്മയോട് കുട്ടികൾ എങ്ങനെ പറയാ? പിന്നെ അവർ പറയുന്നത് അവരുടെ ഗ്യാങ്ങുകളോടാണ്. അങ്ങനെ അവർ വഴിതെറ്റി ഇങ്ങനെ പോവുകയാണ്, പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളോട് തുറന്നു പറയാൻ കഴിയുന്ന വിധമുള്ള ഒരു പാരന്റായി നിങ്ങൾ മാറേണ്ടത് 14 മുതൽ 21 വരെയുള്ള കാലമാണ്. അപ്പോഴേക്കും ഡിഗ്രി കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട, കഴിഞ്ഞു, തർബിയത്തിന്റെ കാലം കഴിഞ്ഞു. പിന്നെ കയറി വിട്ടേക്കിൻ, അവർ നേർവഴിയിലായിരിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.